പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസിലെ കൺസെപ്റ്റുകൾ മാത്രം ഒന്ന് നമുക്ക് ഓടിച്ച് പറഞ്ഞു പോകാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് മിനിമാക്സ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയാം. മിനിമാക്സ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും ചോദിക്കുന്നുണ്ട്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ലാംഡ n+1 പ്ലസ് എന്ന് പറയുന്നത് φ(x1, x2, etc. xnൻ്റെ മിനിമം ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, ഇതിൽ ടി എന്ന് പറയുന്നത് എന്താ? എച്ച് നിന്ന് എച്ചിലേക്കുള്ള ഒരു സിമ്മട്രിക് നോൺ സീറോ സിമ്മട്രിക് കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ്. ഇതിൽ ലാംഡ എന്ന് പറയുന്നത് λ1 പ്ലസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു λ2 പ്ലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു λ3 പ്ലസ് അങ്ങനെ. ഇനി നെഗറ്റീവ് കേസ് ആണെങ്കിൽ ഇനീക്വാളിറ്റി നേരെ തിരിച്ചും വരും. ഓക്കെ, ഇനി ലാംഡ n+1 പ്ലസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിലാണ് ഈ കണ്ടീഷൻ ഉണ്ടാവുക. ഇതിൽ φ(x1, x2, etc. xn എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് txxൻ്റെ സുപ്രീം ആണ് വെൻ നോം എക്സ് ഈക്വൽ ടു 1. ഇതിൽ എക്സ് എവിടെയുള്ളതാ? സ്പാൻ xi റൈസ് ടു xi 1 to n പർപ്പിലുള്ളതാണ്. ഓക്കെ, സ്പാൻ xi 1 to n പർപ്പിലുള്ള എക്സിനെ നമ്മളെടുത്തു. അതിൻ്റെ txx ഇന്നർ പ്രോഡക്റ്റ് കണ്ടു. അതിൻ്റെ സുപ്രീമം നോം എക്സ് ഈക്വൽ ടു 1 കണ്ടു. അതിനെ നമ്മൾ φx1, x2, etc. xn എന്ന് പറയാം. ഇതിൻ്റെ മിനിമമാണ് നമ്മളുടെ ലാംഡ n+1 പ്ലസ് എന്ന് പറയുന്നത്. ഇതെന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് മിനിമാക്സ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ഈ ടീനെ നമ്മൾ എങ്ങനെ എടുക്കുന്നറിയോ? ടി റെസ്ട്രിക്റ്റ് സ്പാൻ ഓഫ് xi 1 to n പർപ്പെടുക്കും. ഈ സംഭവം ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. ഇതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നറിയോ? ലാംഡ n+1 എന്ന് പറയുന്നത് ലാംഡ n+1 പ്ലസ് എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ഇന്നർ പ്രോഡക്റ്റ് txx എന്ന് പറയാൻ പറ്റും. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ei പ്ലസിനെ ഓർത്തോഗണലാണ്, വേറെ i = 1, 2, 3 etc. n. ഇതിൽ നോക്കിയേ, നമുക്ക് ലാംഡ n+1 പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിനിമാണെന്ന് കാണിക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സുപ്രീമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാംഡ n+1 എന്ന് പറയുന്നത് ഇതിൻ്റെ സുപ്രീമത്തിൻ്റെ മിനിമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മ വന്നില്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ തിയറം വെച്ചിട്ട്, നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഇതിൻ്റെ മാക്സിമം ആയിരിക്കും ലാംഡ n+1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് txx. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പർപ്പിലുള്ളതാണെന്നല്ലേ പറഞ്ഞത്? സ്പാൻ എക്സ് അതിൻ്റെ പർപ്പിലുള്ളതാണെന്നല്ലേ പറഞ്ഞത്? അതിനെയാണ് നമ്മൾ ei പ്ലസ് എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ ടു ei പ്ലസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ എക്സുകളൊക്കെ അപ്പോൾ എവിടെ നിന്നാണ് ഉണ്ടാവുക? ഇനി നമ്മുടെ ഈ ഇതിൽ നിന്നാണ് അല്ലേ? ഇതെന്ന് പറയുമ്പോൾ ei പ്ലസ് എന്നാണ് ഇനി നമ്മൾ എടുക്കുക. ഇനി നമ്മൾ ഇവിടെ എക്സ് എടുക്കുന്നതിന് പകരം ആർബിട്രറി ആയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? y ആണ് എടുക്കുക. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഇതിൻ്റെ മിനിമം ആണ് ഇതെന്ന്. അതിന് പകരം നമുക്ക് എന്ത് കാണിച്ചാൽ മതി? ലാംഡ പ്ലസ് n+1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു φ(x1, x2, etc. xn എന്ന് കാണിച്ചാൽ പോരെ? അതിന് നമുക്കിത് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കാണിക്കുന്നത് എന്താ? φ(x1, x2, etc. xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ പ്ലസ് n+1 എന്ന് നമ്മൾ കാണിക്കാം. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വൈനെ അവിടെ ഡിഫൈൻ ചെയ്യാണ്. അവിടെ റെസിസ്റ്റ് വൈ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഈ വൈ എന്ന് പറയുന്നത് x1, x2, etc. xn ഓർത്തോഗണലാണ്. നോം വൈ 1 ആണ്. വൈ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ei 1 to n+1 പ്ലസ്സിലുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇനി നമ്മൾ വൈ എടുക്കുക, ഇവരുടെ എടുത്തുനിന്നാണെന്ന്. ആ വൈ ആണ് ഈ വൈ. ഓക്കെ, ഇനി y = സമ്മേഷൻ 1 to n+1 ai ei പ്ലസ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളൊരു വൈനെ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കറിയാം ഇന്നർ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഞാനൊരു 0 = ഇന്നർ പ്രോഡക്റ്റ് y എക്സ്റ്റെൻഡ് ചെയ്താൽ, ഇനി ഇത് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തേ എന്താ സംഭവിക്കുക? ഈ വൈന് പകരം സമ്മേഷൻ 1 to n+1 ai ei പ്ലസ് എഴുതാം അല്ലേ? അതിൽ നിന്ന് ഇന്നർ പ്രോഡക്റ്റിനെ ഈ സമ്മേഷൻ aiനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നോക്കിയേ, n ഇക്വേഷനും n+1 അൺനോൺസും ഉള്ളത്, ai n+1 അൺനോൺസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊരു നോൺ സീറോ സൊല്യൂഷൻ അവിടെ ഉണ്ടാവുമല്ലോ. ആ നോൺ സീറോ സൊല്യൂഷനെ നമ്മൾ നോർമലൈസ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക? സമ്മേഷൻ ai² 1 ആണെന്ന് കിട്ടി. ഈ സമ്മേഷൻ ai² 1 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു y ബിൽഡ് ചെയ്തെടുക്കുകയാണ്. φ(x1, x2) നമ്മൾ y ബിൽഡ് ചെയ്തെടുത്തു. ഇനി നമ്മൾ φ(x2, etc. xn കാണാനതാ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ φ(x1, x2, etc. xn നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു tyy എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇന്നർ പ്രോഡക്റ്റ് tyy. കാരണം എന്താ? നമ്മൾ എടുത്തിട്ടുള്ള φ(x1, x2, etc. xn എന്താ? ഇന്നർ പ്രോഡക്റ്റ് txxൻ്റെ സുപ്രീമം. നമ്മളിവിടെ ആർബിട്രറി ആയിട്ട് എക്സിന് പകരം y ആണ് എടുത്തുള്ളത്. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് tyy-നേക്കാളും വലുതാണ് φ(x1, x2, etc. xn എന്ന് പറയുന്നത്. വലുതോ ഈക്വലോ? അപ്പോൾ ഇനി tyy-നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഫോം വെച്ചിട്ട് സമ്മേഷൻ ai aj കോൺജുഗേറ്റ് ഇന്നർ പ്രോഡക്റ്റ് t e പ്ലസ്
കോമ ഇ ജെ പ്ലസ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇതിന് നേരെ ഇന്ന പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിന് എ ജെ കോൺജുഗേറ്റ് എന്നുള്ളത് നമുക്ക് എന്താ എ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സമ്മേഷൻ എ സ്ക്വയർ 1 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ സംഭവമൊക്കെ 1 ആയി പോയി. അപ്പോൾ ഇനി സമ്മേഷൻ ലാംഡ പ്ലസ് ഉള്ളത് അതെന്തായാലും ലാംഡ n പ്ലസ് 1 വലുതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫൈ ഓഫ് x1 x2 എക്സെട്ര എക്സിനെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലാംഡ പ്ലസ് n പ്ലസ് 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതായല്ലോ. ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിൻ്റെ മിനിമം ആണ് ഇതെന്ന് പറയാൻ പറ്റും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്.